കണ്ടിട്ട് പ്രേതബാധ ഒഴിപ്പിക്കാൻ വന്ന ആളുകളാണെന്ന് വിചാരിക്കേണ്ട. ഇതൊരു സമൂഹത്തിൻ്റെ കല്യാണത്തിന് പുതിയാപ്ലനെ കൊണ്ടുവന്ന രംഗമാണ്. എന്തൊരു സങ്കടമാണ്. യഥാർത്ഥത്തിൽ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ തോന്നിവാസങ്ങൾ കളിക്കാനോ ആഭാസമായിട്ട് നടത്തിക്കൊണ്ടുപോകാനോ ഉള്ളതല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയാണ് കല്യാണം എന്നുള്ളത്. കല്യാണം ഒരു ഇബാദത്താണ്. അതിനെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കോലം കെട്ടിയിട്ട് പറയിപ്പിക്കുന്ന രൂപത്തിൽ ആളുകളുടെ വെറുപ്പും ആളുകൾ എന്തൊക്കെയോ കുറ്റം പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള കോലങ്ങൾ കെട്ടിയിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വിവാഹമെന്ന നല്ലൊരു പുതിയ ജീവിതത്തെ വഷളാക്കി നാറ്റിച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചില കൂട്ടുകാരുടെ കോപ്രായങ്ങളെ നമ്മുടെ നാട്ടിലുള്ള മഹല്ല് കമ്മിറ്റികൾക്ക് എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ ഇത്തരം കൂട്ടുകാരെ കൊണ്ട് എത്രയോ വിവാഹ ചടങ്ങുകളാണ് കുളമായിട്ടുള്ളത്. പുതിയാപ്പിള നല്ല ദീനും ദുനിയാവും നിസ്കാരമൊക്കെ ഉള്ള ചെക്കനായിരിക്കും, പക്ഷെ അവൻ്റെ കൂടെയുള്ള ആളുകൾ വളരെ പോക്കായതുകൊണ്ട് വരുന്ന വീട്ടുകാർ ഒരു പക്ഷേ നല്ല വീട്ടുകാരായിരിക്കും, നല്ല ഉസ്താദുമാരുടെ ഫാമിലി ആയിരിക്കും, ഇല്ലെങ്കിൽ നല്ല തറവാടിത്തമുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള ദീനും നല്ല നിസ്കാരവും നിലയൊക്കെയുള്ള വീട്ടുകാരൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കൂട്ടുകാരെ കൂട്ടി വരുമ്പോൾ ആ വീട്ടുകാർക്കും കൂടി ഇതുകൊണ്ട് സങ്കടമാണ് ഉണ്ടാകുന്നത്. ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ ഒരിക്കലും കല്യാണത്തിന് വിളിക്കാൻ തന്നെ പാടില്ല. ഇനി വിളിക്കാത്തതിൻ്റെ പേരിൽ അവർ നമ്മളോട് പിണങ്ങി മിണ്ടുന്നില്ല, കണ്ടാ മുഖം തിരിച്ചു നടക്കുന്ന പ്രശ്നമേ ആക്കണ്ട. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചര്യയെ അതിൻ്റെ മുറ പോലെ നടത്തുന്നതിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒഴിവാക്കിയത്. ഇനി അവൻ വരാത്തത് കൊണ്ട് എന്ത് നഷ്ടം സംഭവിച്ചാലും പ്രശ്നമല്ല. പക്ഷേ നമ്മൾ മുത്തുനബിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ ആ മുറക്ക് കോട്ടം വരുത്താത്ത രൂപത്തിൽ നമ്മൾ നടത്തിയത് കൊണ്ട് അള്ളാഹു നമ്മളെ കൈവിടൂല. ഇത്തരം ചങ്ങാതിമാരെ കല്യാണത്തിന് വിളിക്കരുത്. അവർ വന്നിട്ടില്ലെങ്കിൽ കല്യാണം റാഹത്തായി നടക്കും. ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പം ഇവൻ തുടങ്ങും, എൻ്റെ കല്യാണ ജീവിതം ആകെ തകർന്നുപോയി, ഭാര്യ മനസ്സിലാക്കുന്നില്ല, വീട്ടിൽ പ്രശ്നമാണ്, അങ്ങനെ പലതും പറഞ്ഞ് വിവാഹമോചനത്തിലേക്ക് എത്തുന്നവരൊക്കെ ഉണ്ട്. എങ്ങനെ ഇതുപോലെ കോപ്രായങ്ങളും തോന്നിവാസ്യങ്ങളും അള്ളാഹ്ക്കും മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ കല്യാണം കഴിച്ചാൽ പിന്നെ എങ്ങനെ നിൻ്റെ വൈവാഹിക ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകും? അതുകൊണ്ട് ഇത്തരം ആളുകളെ നമ്മുടെ സമൂഹത്തിലേക്ക് അടുപ്പിക്കാൻ തന്നെ പാടില്ല, കല്യാണത്തിന് വിളിക്കാൻ തന്നെ പാടില്ല. അവരൊക്കെ എന്നേക്കുമായി മാറ്റി നിർത്തേണ്ട സമയമാണ്.